പടം കുഴപ്പമില്ല. ഒരു ആന്തോളജി ടൈപ്പ് മൂവിയാണ്. 5 സ്റ്റോറീസാണ് പടത്തിൽ പറയുന്നത്. ആ 5 സ്റ്റോറീസിനകത്ത് 5 ഡിഫറെൻറ്റ് കൺസെപ്റ്റിലുള്ള കഥകളാണ് പടത്തിലുള്ളത്. അതിൽ കോമഡി വരുന്ന കഥയുണ്ട്, സെൻറ്റിമെൻറ്റ്സ് വരുന്നുണ്ട്, സീരിയസ് ഉണ്ട്, അങ്ങനത്തെ ഒരു തീമാണ്. പിന്നെ ആക്ടേഴ്സ് മിക്കവരും ഫ്രഷേഴ്സാണെന്ന് തോന്നുന്നു. കാരണം ചുരുക്കം ചിലരെ മാത്രമേ നമ്മളിപ്പോൾ TV ചാനലുകളിലോ അല്ലെങ്കിൽ സിനിമകളിലോ സീരിയലിലൊക്കെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഫ്രഷേഴ്സാണെന്ന് തോന്നുന്നു. പിന്നെ ഈ 5 കഥകൾ എല്ലാം എനിക്ക് തോന്നുന്നു അവർ ബഡ്ജറ്റ് കുറച്ചാണ് ചെയ്തേക്കുന്നത്. കാരണം ഓവർ ലൊക്കേഷൻ ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെൻസ് കൂടുന്ന ഏരിയസ് ഒന്നും കണ്ടു തോന്നുന്നില്ല. ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കൊന്ന് വൺ ടൈം ഒന്ന് കണ്ടിരിക്കാവുന്നൊരു സാധനമാണ്. പിന്നെ എന്താണ്, ഇതൊക്കെ തന്നെയാണ്, കുഴപ്പമില്ല, നമുക്ക് ഓവറോൾ കണ്ടിരിക്കാവുന്നൊരു സാധനം. 1-2 സ്റ്റോറീസിലൊക്കെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ബ്രില്യൻ്റ് ആയിട്ടൊക്കെ തോന്നും. ഓവറോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വൺ ടൈം കണ്ടിരിക്കും. ഒരു ആന്തോളജി മൂവിയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ ആണോ എന്ന് വെച്ചാൽ അറിയില്ല. ആന്തോളജി മൂവീസ് ഇഷ്ടപ്പെടുന്നവർ കാണുക, നമുക്കൊന്ന് വൺ ടൈം കണ്ടിരിക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാവുന്നൊരു പടം, അത്രയും. ബ്രോയ്ക്ക് ഏത് സ്റ്റോറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് സ്റ്റോറിയാണ്. അതിൽ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കാണണം. ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങൾ അവർ ഒരു കുഞ്ഞൊരു സ്പേസിനകത്ത് നിന്ന് അവർ ഒരുപാട് കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റോറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരെണ്ണം ഒരു അടിച്ചുപൊളി ടൈപ്പിലൊരു സ്റ്റോറി, ലാസ്റ്റ് സ്റ്റോറി, അത് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് 3 സ്റ്റോറീസ്, അത് കുഴപ്പമില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ നറേറ്റ് ചെയ്ത ഫസ്റ്റ് സ്റ്റോറി, ലാസ്റ്റ് സ്റ്റോറി. ബാക്കി ടോട്ടലി കുഴപ്പമില്ല. ആന്തോളജി ടൈപ്പ് ഒരു പടം.